عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على أشرف الأنبياء وسيد المرسلين وعلى آله وصحبه أجمعين. ആദരണീയരായ അധ്യക്ഷൻ, മറ്റു പണ്ഡിതന്മാരെ, വിശിഷ്ടാതിഥി ഹാഫിദ് മസൂദ് സക്കാഫി ഉസ്താദ്, മറ്റു സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, സഹോദര സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും ആദരിച്ച, ബഹുമാനിച്ച മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനനം കൊണ്ട് അനുഗ്രഹീതമായ മാസത്തിൽ ഒരുമിച്ചുകൂടാൻ നമുക്കൊക്കെ അവസരം ലഭിച്ചു എന്നത് അൽഹംദുലില്ലാഹ് വളരെ സന്തോഷം നൽകുന്ന ഒന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനനം എന്ന് പറഞ്ഞാൽ ജനനത്തിൻ്റെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ലോകത്തുണ്ട്. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം കളിമണ്ണിലായിരിക്കെ ഞാൻ പ്രവാചകരാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ സഹാബത്തിനോട് പറഞ്ഞതായി കാണാം. ശാരീരിക പ്രകൃതിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനനം എല്ലാ അമ്പിയാക്കൾക്കും അവസാനമാണെങ്കിലും സൃഷ്ടിപ്പ് കൊണ്ട് ആദ്യം അള്ളാഹു പടച്ച നൂറ് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രകാശമാണ്. അബ്ദുൽ മുത്തലിബിൻ്റെ മകനായ അബ്ദുള്ള എന്നവരുടെ പുത്രനായി നബി തങ്ങൾ ജനിക്കുന്നു. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ കാലത്ത് നമ്മൾ ചരിത്രത്തിൽ അറിഞ്ഞതുപോലെ മക്കയുടെ പരിസരത്തുള്ള സംസം, ആ കിണർ ഒരു കാലത്ത് കാണാതെയായിപ്പോയി. അതിൻ്റെ കണ്ടുപിടുത്തം നടത്തിയത് അന്ന് കഅബയുടെ ചുമതലയുള്ള അബ്ദുൽ മുത്തലിബാണ്. അബ്ദുൽ മുത്തലിബിൻ്റെ കൂടെ തൻ്റെ ഏക പുത്രനാകുന്ന ഹാരിസ് എന്നവരും ആ ദൗത്യത്തിനുണ്ടായിരുന്നു. മക്കയിലെ മറ്റാരും സഹായിക്കാതില്ലായിരുന്ന കാലത്ത് അബ്ദുൽ മുത്തലിബ് പറഞ്ഞു, പടച്ചവനെ, എനിക്ക് നീ ഒരു 10 ആൺമക്കളെ തരികയാണെങ്കിൽ അതിനെ ഒന്നിനെ അറക്കുകയും നിൻ്റെ കഅബയുടെ പരിചരണത്തിൽ ഞാൻ മക്കളെ കൂടി ഉൾപ്പെടുത്തുകയും ചെയ്യുമെന്നൊരു പ്രതിജ്ഞയെടുത്തു. ശേഷം അബ്ദുൽ മുത്തലിബിന് 12 ആൺമക്കളുണ്ടായി. ആ സമയത്താണ് മുമ്പ് വാഗ്ദത്തം ചെയ്ത അറവിനെ സംബന്ധിച്ച് അബ്ദുൽ മുത്തലിബിന് ഓർമ്മയാകുന്നത്. അങ്ങനെ മക്കളെ കൂട്ടത്തിൽ എല്ലാവരെയും പേരെഴുതി നറുക്കിട്ടപ്പോൾ അറുക്കാൻ കിട്ടിയത് അബ്ദുള്ള എന്നവരെയാണ്. മക്കയിലെ ഖുറൈശികളൊക്കെ അബ്ദുള്ള എന്നവരെ അറുക്കാൻ സമ്മതിച്ചില്ല. പക്ഷെ അബ്ദുൽ മുത്തലിബ് പിന്മാറിയില്ല. കാരണം എൻ്റെ ആ വാഗ്ദത്തം പാലിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അബ്ദുൽ മുത്തലിബ് അറുക്കാൻ തീരുമാനിക്കുകയും, പക്ഷെ അന്നുണ്ടായിരുന്ന ഒരു പണ്ഡിതൻ്റെ അടുക്കൽ പോയി അതിൻ്റെ ഒരു നിജസ്ഥിതി മനസ്സിലാക്കാൻ പോയപ്പോൾ അദ്ദേഹം പറഞ്ഞു, നമ്മളിപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഒരു മനുഷ്യന് അറവിന് പകരം 10 ഒട്ടകമാണല്ലോ കൊടുക്കുന്നത്. അങ്ങനെ 10 ഒട്ടകത്തെയും അബ്ദുള്ള എന്നവരെയും അറുക്കാൻ വേണ്ടി നറുക്കിടുകയാണ്. അപ്പോഴും കിട്ടുന്നത് അബ്ദുള്ള എന്നവരെയാണ്. 9 പ്രാവശ്യവും അബ്ദുള്ള എന്നവരുടെ പേര് ലഭിച്ചെങ്കിലും 10ാമത്തെ പ്രാവശ്യം 10 പ്രാവശ്യം കഴിഞ്ഞതിന് ശേഷമാണ് ഒട്ടകത്തിൻ്റെ പേര് കിട്ടിയത്. അങ്ങനെ 100 ഒട്ടകത്തെ അറുത്തുകൊണ്ടാണ് അബ്ദുള്ള എന്നവരുടെ ആ ഇതിന് പകരമായി അബ്ദുൽ മുത്തലിബ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അങ്ങനെ 100 ഒട്ടകത്തെ അറുത്തുകൊണ്ടാണ് അബ്ദുൽ മുത്തലിബ് തൻ്റെ ആ നേർച്ച വീട്ടിയത്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിതാവ് അബ്ദുള്ള എന്നവർ പ്രസവിക്കപ്പെടുമ്പോൾ തന്നെ പൂർണ്ണമായ ഭംഗിയും
അബ്ദുൽ മുത്തലിബിൻ്റെ മക്കളിൽ തന്നെ ഏറ്റവും ഭംഗിയുള്ളവരായിരുന്നു. അവിടുന്ന് 10-20 വയസ്സ് കഴിഞ്ഞപ്പോൾ വിവാഹാലോചനക്ക് അബ്ദുൽ മുത്തലിബ് തുനിയുകയും അങ്ങനെ ആ കാലഘട്ടത്തിലെ ഏറ്റവും പ്രഗത്ഭരായ കുടുംബത്തിൽ നിന്ന് ആമിന എന്നവരെ വിവാഹം ചെയ്ത് കൊണ്ടുവരികയും ചെയ്തു. ഈ ദമ്പതികളിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനനം. പക്ഷേ ജനിക്കുന്ന മുമ്പ് തന്നെ പിതാവും 6 വയസ്സാകുമ്പോഴേക്ക് മാതാവിൻ്റെ കീഴിൽ കൂടുതൽ കാലം നബി തങ്ങളുടെ ജീവിതമുണ്ടായിട്ടില്ല. ഹലീമത്തു സഅദിയ്യ റളിയല്ലാഹു അൻഹ എന്ന മഹദിയുടെ അടുക്കലാണ് നബി തങ്ങളുടെ ജീവിതം 4-5 വയസ്സ് വരെ ഉണ്ടായിരുന്നത്. ആമിന ബീവിയിലേക്ക് തിരിച്ചു വന്ന് വളരെ കുറഞ്ഞ മാസങ്ങൾ മാത്രം ആമിന ബീവിയുടെ കൂടെ ജീവിക്കുകയും മദീനയിലേക്ക് പോയി തിരിച്ചു വരുമ്പോൾ അബവ എന്ന സ്ഥലത്ത് വെച്ച് ആമിന ബീവി വഫാത്താകുകയും ചെയ്തു. നമുക്കൊക്കെ ചരിത്രമറിയാം. പിന്നീട് അങ്ങോട്ട് അനാഥനായി മാത്രം വളർന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, പക്ഷേ അവിടുത്തെ 40 വർഷത്തെ ജീവിതം അത് ആർക്കും ഒരു കറുപ്പ് പോലും കാണിക്കാൻ കഴിയാത്ത നിലക്ക് ഒരു പുള്ളി പോലും അവിടുത്തെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. എല്ലാ അനാചാരങ്ങളും കൊടികുത്തി ആണിരുന്ന ഇരുണ്ട യുഗമെന്ന് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തി വെച്ച കാലത്താണ് നബി തങ്ങളുടെ ജനനമുണ്ടായതെങ്കിലും ഒരു വസ്തുവിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇടപെട്ടിട്ടില്ല. അതാണ് അവിടുത്തെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആ ജീവിതം. ശത്രുക്കളോട് പോലും നബി തങ്ങളെ സംബന്ധിച്ച് കളവാണെന്ന് തോന്നിപ്പിക്കുന്ന എന്തെങ്കിലും പറഞ്ഞിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ കളവ് പറഞ്ഞു എന്നല്ല, കളവാണെന്ന് തോന്നുന്ന ഒന്നുപോലും അവിടുത്തെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല എന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 40 വയസ്സ് വരെയുള്ള ജീവിതം. തുടർന്നങ്ങോട്ടും നബി തങ്ങളുടെ ജീവിതം അങ്ങനെ തന്നെയാണ്. നുബുവത്ത് കിട്ടി ഹിജ്റ പോകുന്ന സമയത്ത് നബി തങ്ങളുടെ അടുക്കൽ ശത്രുക്കളുടെ പല മാലുകളും അവരുടെ സമ്പത്തുകളും നബി തങ്ങളിൽ സൂക്ഷിക്കാൻ കൊടുത്തിരുന്നു. അത് തിരിച്ചേൽപ്പിക്കാൻ വേണ്ടി കൂടിയാണ് അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹുവിനെ തൻ്റെ സ്വന്തം വിരിപ്പിൽ കിടത്തിക്കൊണ്ട് നബി തങ്ങൾ യാത്ര പോയതെന്ന് ചരിത്രം നമ്മോട് പഠിപ്പിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം അത് പഠിക്കാനും നമ്മുടെയൊക്കെ ജീവിതത്തിൽ കഴിയുന്നതൊക്കെ പകർത്താനും നാം ഒക്കെ ശ്രമിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഉസ്താദ് അവർകളെയും അതുപോലെ മറ്റു അതിഥികളെയും ഇരുത്തിക്കൊണ്ട് കൂടുതൽ സംസാരിക്കുന്നത് ഉചിതമല്ലെന്ന് മനസ്സിലാക്കുകയും ഈ സംഗമത്തിന് എല്ലാവിധ ആശംസകളും സെൻട്രൽ ICFൻ്റെ ഭാഗത്ത് നിന്ന് ആശംസിച്ചുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി